Hello everyone, welcome to Learneo. So ഈ വീഡിയോയിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ നമ്പർ റെപ്രസെന്റേഷൻ ഏരിയയിൽ നിന്ന് വരുന്ന ബൂളിയൻ ഓൾജിബ്ര, ബൂളിയൻ ഐഡന്റിറ്റീസ് ആൻഡ് കെ മാപ്പിനെ റിഗാർഡ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ്. സോ വെൽക്കം. Question number 1. Which of the following operation is commutative but not associative? Option A and, option B or, option C NAND, option D XOR. So കമ്മ്യൂട്ടേറ്റീവ് ആവുന്നതും അസോസിയേറ്റീവ് അല്ലാത്തതുമായിട്ടുള്ള ഓപ്പറേഷൻസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൻഡ് ഓപ്പറേഷൻസ്, ഓർ ആൻഡ് എക്സോർ ആൻഡ് എക്സ്നോർ, ഈ ഓപ്പറേഷൻസ് എല്ലാം എന്താണ്? കമ്മ്യൂട്ടേറ്റീവും ആണ് അസോസിയേറ്റീവ് ആണ്, രണ്ടുമാണ്. കമ്മ്യൂട്ടേറ്റീവ് ആണ് അസോസിയേറ്റീവ് ആണ്. അതേസമയം നാൻഡ്, നോറ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻസ്, ഈ രണ്ട് ഓപ്പറേഷൻസും കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ അസോസിയേറ്റീവ് അല്ല. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നാൻഡ് ആണ്. ആൻഡ്, ഓർ, എക്സോർ ഇവ രണ്ടും, എക്സ്നോർ ഇവയെല്ലാം കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആണ്. നാൻഡ്, നോറ് ഓപ്പറേഷൻസ് കമ്മ്യൂട്ടേറ്റീവ് മാത്രമാണ്, അവർ അസോസിയേറ്റീവ് അല്ല. Question number 2. Which of the following operation is not equivalent to x complement? Operation A x NAND x, option B x NOR x, option C x NAND 1, option D x NOR 1. സോ ഈ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്പറേഷൻ ആണ് നോട്ട് ഈക്വലന്റ് ടു എക്സ് കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരുന്നത്. ഇനി ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് അതൊരു പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ നാൻഡ് എ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആണ്. അതേ സെയിം കേസ് തന്നെയാണ് നോറിന്റെ എല്ലാം വരുന്നത്. എ നോർ എ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് തന്നെയാണ്. സോ ഇത് രണ്ടും എക്സ് കോംപ്ലിമെന്റിന് ഈക്വൽ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ്. എക്സ് നാൻഡ് 1 എന്ന് എടുക്കുമ്പോൾ അത് ഓപ്ഷൻ സി ആണ്. എക്സ് നാൻഡ് 1 എങ്ങനെ വരുന്നത്? എക്സ് 1 which is equal to x complement plus 1's complement which is equal to x complement. So x NAND 1 x complement നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓപ്ഷൻ ഡി എക്സ് നോർ 1 ആകുമ്പോൾ എന്താ? എക്സ് പ്ലസ് 1 കോംപ്ലിമെന്റ്, അത് എക്സ് കോംപ്ലിമെന്റ് ഇൻറ്റു 1 കോംപ്ലിമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി മാത്രമാണ് നമുക്ക് 0 കിട്ടിയത്. ബാക്കി എല്ലാം എക്സ് കോംപ്ലിമെന്റ് ആണ് ആൻസർ വന്നത്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഓപ്പറേഷൻ ഈസ് നോട്ട് ഈക്വലന്റ് ടു എക്സ് കോംപ്ലിമെന്റ് എക്സ് നോർ 1, അതാണ് എക്സ് കോംപ്ലിമെന്റ് ഈക്വലന്റ് അല്ലാത്തത്. Question number 3. The simultaneous equations on the Boolean variable x, y, z and w have the following solution for x, y, z and w respectively. സോ ഇതിൽ തന്നിരിക്കുന്നത് മൂന്ന് ബൂളിയൻ വേരിയബിൾസ് ഉണ്ട്, 4 ബൂളിയൻ വേരിയബിൾസ് ഉണ്ട്, എക്സ്, വൈ, ഇസഡ് ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ വാല്യൂസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വേണം ഈ 4 വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ തന്നെ കുറച്ച് വേറെ മോഡൽസ് ഇതേ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. സോ നമ്മൾ ഓൾവേസ് നമ്മുടെ ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ 1-2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ചിലപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്താൽ മാത്രം കാര്യം കിട്ടുന്നത്. സോ ഓൾവേസ് നമ്മൾ ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ ഇതിന് ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. ഇതിൽ പഠിക്കുന്ന എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ഇതിന് വരാവുന്ന പോസിബിൾ വാല്യൂസ് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 വരാം, വൈ ഇസ് ഈക്വൽ ടു 1 വരാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 വരാം, വൈ ഇസ് ഈക്വൽ ടു 0 വരാം, അല്ലെങ്കിൽ രണ്ടും ബോത്ത് എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0 വരാം. ഈ 3 കേസസ് ആണ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വാല്യൂസ്. ഇനി നമുക്ക് ഫോർത്ത് ഇക്വേഷൻസ് എടുക്കാം. ഫോർത്ത് ഇക്വേഷൻസ് എടുക്കാൻ കാരണം അതിൽ ഓൾറെഡി ഇതേ ടേംസ് വരുന്നുണ്ട്. എക്സ് വൈ എന്ന ടേം ഇവിടെയും വരുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ടേം ഒഴിവാക്കാൻ സാധിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. സോ ഫോർത്ത് ഇക്വേഷൻസ് നമുക്ക് ഇസഡ് കോംപ്ലിമെന്റ് ഡബ്ല്യു കോംപ്ലിമെന്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതിന്റെ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് കോംപ്ലിമെന്റ് പോസിബിൾ വാല്യൂസ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ
W complement equal to 1. അല്ലെങ്കിൽ Z complement equal to 1 ആകുമ്പോൾ W complement is equal to 0. അതും അല്ലെങ്കിൽ Z complement equal to W complement equal to 0. സോ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് Z കോംപ്ലിമെന്റും W കോംപ്ലിമെന്റിന്റെ ടേംസിലാണ്. നമുക്ക് ഇസഡിന്റെയും ഡബ്ല്യൂവിന്റെ ടേംസിൽ എഴുതി വെക്കാം. അതായത് ഇസഡ് 1 ആകുമ്പോൾ W 0 ആവാം, അല്ലെങ്കിൽ ഇസഡ് 0 ആകുമ്പോൾ W 1 ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇസഡ് ഈക്വൽ ടു W ഈക്വൽ ടു 1 ആകാം. സോ ഇനി നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാത്തൊരു കേസുണ്ട്. Z0 W1 അല്ലെങ്കിൽ Z1 W0 അല്ലെങ്കിൽ Z W ഈക്വൽ ടു 1. ഇവിടെ വരാത്തൊരു കേസ് ഉണ്ട്. അതായത് Z ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു 0. ഈ ഒരു കേസ് വന്നിട്ടില്ല. സോ അത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. അതായത് എക്സ്, ഇത് വൈ, ഇത് Z, ഇത് W. അതായത് ഇതാണ് ZW. ഇത് ഇവിടെ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എയിൽ. അതുപോലെ ഓപ്ഷൻ ഡിയിലും ഇസഡും ഡബ്ല്യൂ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇസഡ് ഡബ്ല്യൂ 0 എന്നൊരു ഓപ്ഷൻ വന്നിട്ടില്ല. ഏതർ 1 or 0 അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം ആർ 1 അതാണ് വന്നിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് ആൻസർ ഒന്നുകിൽ ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും. സോ നമ്മൾ ഇനി അത് നോക്കുകയാണെങ്കിൽ ഇസഡിന്റെയും ഡബ്ല്യൂന്റെയും കേസ് പറഞ്ഞതുപോലെ തന്നെ എക്സിന്റെയും വൈയുടെയും കേസ് നോക്കാം. എക്സിന്റെയും വൈയുടെ കേസ് എടുക്കുമ്പോൾ ഇവിടെ ഏതർ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതർ എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഇസ് ഈക്വൽ ടു 1 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 1 വൈ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സും വൈയും 0 ആകും. ഇനി ഇവിടെ വരാത്തൊരു കേസ് ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 1. ആ ഒരു കേസ് ഇവിടെ വന്നിട്ടേ ഇല്ല. പക്ഷെ അതേ സെയിം കേസ് ഇവിടെ ഓപ്ഷൻ ബിയിൽ വന്നിട്ടുണ്ട്. ഇത് എക്സ്, ഇത് വൈ, ബോത്ത് ഓഫ് ദം ആർ 1. അങ്ങനെ ഇക്വേഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വന്നിട്ടില്ല. സോ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ഇസഡും ഡബ്ല്യു 1 എന്നാണ് വാല്യൂ. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പോസിബിൾ വാല്യൂസ് നമുക്കുണ്ട്. അതുപോലെ എക്സ് 1ഉം വൈ 0 ആകുന്ന ഒരു കേസും നമുക്കുണ്ട്. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1, 0, 1, 1 ആയിരിക്കും എക്സ്, വൈ, ഇസഡ് ആൻഡ് ഡബ്ല്യു റെസ്പെക്റ്റീവ്ലി വരുന്നത്. So next question number 4. Let f of ab is equal to a complement plus b. Simplify the expression for the function f of x plus y, y, z is. സോ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി. അതായത് എഫ് ഓഫ് എ ആദ്യത്തെ ടേമിന്റെ കോംപ്ലിമെന്റ് പ്ലസ് രണ്ടാമത്തെ ടേം. അതാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മറ്റൊരു ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസഡ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ അകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് നമുക്ക് വേണ്ട മെയിൻ ഫംഗ്ഷനകത്ത് മറ്റൊരു സബ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ വൈ. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് പ്ലസ് ബി, ആദ്യത്തെ ടേമിന്റെ കോംപ്ലിമെന്റ് പ്ലസ് രണ്ടാമത്തെ ടേം. അതുപോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് വൈ ആണ് ആദ്യത്തെ ടേം, അതിന്റെ കോംപ്ലിമെന്റ് പ്ലസ് രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ വൈ. സോ ഡിമോർഗൻസ് ലോ യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എക്സ് കോംപ്ലിമെന്റ് ഇൻറ്റു വൈ കോംപ്ലിമെന്റ് പ്ലസ് വൈ ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ. സോ ഇത്രയും പോർഷനാണ് നമുക്ക് എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഇനി അതിന്റെ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് കോംപ്ലിമെന്റ്, ഇത് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ വൈ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ടേമിന്റെ കോംപ്ലിമെന്റ് പ്ലസ് രണ്ടാമത്തെ ടേം ഓക്കെ ഇസഡ് ആണിത്.
So using De Morgan's law നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് x double complement into y complement plus z which is equal to x into y complement plus z എന്നത് and which is option C. Question number 5. Find the values of Boolean variables a, b, c which satisfy the following equations. A plus b equal to 1, ac is equal to bc, a plus c equal to 1, ab is equal to 0. So നമുക്ക് മൂന്ന് ബൂളിയൻ വേരിയബിൾസ് ഉണ്ട് a, b, c എന്ന് പറഞ്ഞ് മൂന്ന് ബൂളിയൻ വേരിയബിൾസ് ഉണ്ട്. ഈ ബൂളിയൻ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഈ നാല് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. So first നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് a plus b equal to 1 എന്നാണ്. സോ ഇതിന്റെ പോസിബിൾ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി a equal to 0 വരാം, b equal to 1 വരാം, അല്ലെങ്കിൽ a equal to 1 വരാം, b equal to 0 വരാം. ഇനി വരാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ കണ്ടീഷൻ ആണ് എയും ബിയും ബോത്ത് ഓഫ് ദം 1 വരാം. ഈ മൂന്ന് കണ്ടീഷൻസിലും അവരുടെ സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് ഫോർത്ത് ഇക്വേഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ സമ്മേഷൻ എടുത്തെങ്കിൽ അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തേക്കുന്നതിൻ്റെ പോസിബിലിറ്റീസ് ആണ് നോക്കുന്നത്. അത് എ ബി ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് എ ഇസ് ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1 ഈ കണ്ടീഷൻസ് വരാം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു 1ഉം ബി ഇസ് ഈക്വൽ ടു 0യും വരാം. മൂന്നാമത്തെ കണ്ടീഷൻ എയും ബിയും 0 വരാം. സോ ഈ മൂന്ന് കണ്ടീഷൻസിൽ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ 2 കൺസിഡർ ചെയ്യാം. അത് എ സി ഇസ് ഈക്വൽ ടു ബി സി. അതായത് നമ്മളിപ്പോൾ ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 4ൽ നിന്നും എക്കും ബിക്കും പോസിബിൾ ആയിട്ട് കിട്ടുന്ന വാല്യൂസ് നോക്കി ഇനി നമുക്ക് സിയെ കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഇക്വേഷൻ 2 എടുക്കുകയാണ്. അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു ബി സി എന്നാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് എ ഈക്വൽ ടു 1 കൊടുക്കാം. എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സി ഇസ് ഈക്വൽ ടു ബി സി എന്ന് വരും. അപ്പോൾ മുകളിൽ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത നേരത്തെ മുന്നേ കൺസിഡർ ചെയ്ത രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. എ ഈക്വൽ ടു 1 വരുന്ന കേസ് 0 ആണ്. ഇവിടെയും എ ഈക്വൽ ടു 1 വരുമ്പോൾ ബി ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു 1 അല്ലേ കൺസിഡർ ചെയ്ത്, അപ്പോൾ സി എന്ന് വെച്ചാൽ 0 വരും. അതായത് ബി 0 വരുമ്പോൾ 0 ഇൻറ്റു സി 0 വരും. സിയുടെ വാല്യൂ 0 വരും. സോ നമുക്കിവിടെ സി ഈക്വൽ ടു 0 എന്ന വാല്യൂ നമുക്കിവിടെ കിട്ടി. സി ഈക്വൽ ടു 0. ഇനി ഈ മൂന്നാമത്തെ നമ്മൾ ഇതുവരെ എടുക്കാത്ത കണ്ടീഷൻസ് എ പ്ലസ് സി ഈക്വൽ ടു 1 എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് സി ഈക്വൽ ടു 1, അതിന് നമുക്ക് സി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ എയുടെ വാല്യൂ എന്തായിട്ട് മാറി? എയുടെ വാല്യൂ 1 ആയി. എയുടെ വാല്യൂ 1 ആകുമ്പോഴത്തേക്ക് ബിയുടെ വാല്യൂ 0 ആവുമെന്ന് നമ്മൾ നേരത്തെ ഇക്വേഷൻസിൽ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. സോ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 0 ആൻഡ് സി ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. Question number 6. The Boolean expression A XOR B XOR A is equivalent to option A AB plus A complement B complement, option B A complement B plus A B complement, option C B, option D A. So നമുക്കറിയാം A XOR B എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? is equal to A complement B plus A B complement. അതുകൂടാതെ നമുക്കറിയാം XOR ഓപ്പറേഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. സോ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഈ A XOR B across A എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനെ നമുക്ക് A XOR A XOR B എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കാരണം എന്താണ്? XOR ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ A XOR B XOR A എന്ന് പറയുന്നതും A XOR A XOR B എന്ന് പറയുന്നതും ഒരേപോലെ തന്നെയാണ്, സെയിം എഫക്റ്റ് ആണ് തരുന്നത്. സോ നമുക്കറിയാം മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട് XOR ഓപ്പറേഷന്റെ. A XOR A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു
0 ആണ്. സോ ഈ പോർഷൻ എന്തായി? 0 ആയി. 0 XOR P എന്നാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു B ആയിരിക്കും. അതെങ്ങനെ വന്നു? നമ്മുടെ XOR ഓപ്പറേഷന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0 കോംപ്ലിമെന്റ് B പ്ലസ് B കോംപ്ലിമെന്റ് 0 എന്നാണ് വരുന്നത്. സോ 0 കോംപ്ലിമെന്റ് B എന്ന് പറയുന്നത് 1 ഇൻറ്റു B എന്ന് വരും. അങ്ങനെ B കോംപ്ലിമെന്റ് 0 എന്ന് പറഞ്ഞാൽ 0 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു B. അതുപോലെ തന്നെ ഇത് A XOR A എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 വരുന്നത് സെയിം XOR ഓപ്പറേഷൻ തന്നെയാണ്. A കോംപ്ലിമെന്റ് A പ്ലസ് A കോംപ്ലിമെന്റ് അത് ആണ് ഈക്വൽ ടു 0 എന്ന് വന്നത്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ബി ആണ്. Question number 7. What values of A, B, C and D satisfy the following Boolean equations? Equation number 1, A complement A plus AB is equal to 0. Equation number 2, AB is equal to AC. Equation number 3, AB plus AC complement plus CD equal to C complement D. So നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ 4 ബൂളിയൻ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. 3 ഇക്വേഷൻസും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A കോംപ്ലിമെന്റ് പ്ലസ് AB is equal to 0. സോ ഇതിന് നമുക്ക് A കോംപ്ലിമെന്റ് പ്ലസ് B is equal to 0 എന്ന് എഴുതാൻ പറ്റും. equal to 0. ഇതിന്റെ പോസിബിൾ വാല്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് A കോംപ്ലിമെന്റ് ഈക്വൽ ടു 0 വരാം, അപ്പോൾ B ഈക്വൽ ടു 1. അല്ലെങ്കിൽ A കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 വരാം, അപ്പോൾ B ഈക്വൽ ടു 0. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ് ഈക്വൽ ടു 0 ആൻഡ് ബിയും ഈക്വൽ ടു 0. അതായത് A കോംപ്ലിമെന്റും ബിയും ഈക്വൽ ടു 0 ആയിട്ട് വരാം. സോ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ A കോംപ്ലിമെന്റ് ഈക്വൽ ടു A is equal to 1 ആയിരിക്കും. ഇവിടെ A കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ A is equal to 0 ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ അത് AB is equal to AC എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? B equal to C. ബിയുടെയും സിയുടെയും വാല്യൂ സെയിം ആണ് എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും എന്താണ്? ബിയുടെയും സിയുടെയും വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴത്തേക്ക് ബി ഈക്വൽ ടു സി, ബിയുടെയും സിയുടെയും വാല്യൂ സെയിം ആണ് വരേണ്ടത്. സോ നമുക്ക് ഇതിൽ നിന്ന് ഇക്വേഷൻ ബിയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യാം. കാരണം ഇതിൽ ബിയുടെയും സിയുടെയും വാല്യൂ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ആൻസർ വന്നിട്ട് ഇക്വേഷൻ ഓപ്ഷൻ എ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. സോ ഇതിൽ രണ്ടിലും ബിയും സിയും ഈക്വൽ ടു 0 ആണ്. ബിയും സിയും ഈക്വൽ ടു സെയിം ആണ്. ബിയും സിയും സെയിം ആണ്. സോ ഇനി നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനോട്ട് വരികയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എ ബി ഈസ് ഈക്വൽ ടു എ സി കോംപ്ലിമെന്റ് പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു സി കോംപ്ലിമെന്റ് ഡി. സോ ഇക്വേഷൻ എയിലും എ ഈക്വൽ ടു 1 ആണ്, ഇക്വേഷൻ ഡിയിലും എ ഈക്വൽ ടു 1 ആണ്. പിന്നെ ഡിയുടെ കേസ് മാത്രമാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ഈക്വൽ ടു 1 ആണോ ഡി ഈക്വൽ ടു 0 ആണോ എന്നുള്ളതാണ്. രണ്ടിലും എ ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ വാല്യൂ 1 ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ എ ഈക്വൽ ടു 1 നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി പ്ലസ് സി ഡാഷ് പ്ലസ് സി ഡി ഇസ് ഈക്വൽ ടു C dash or C complement D. So A is equal to 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് B is equal to 0 ഉണ്ട്, B is equal to 1 ഉണ്ട്. A equal to 1 ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ രണ്ട് കേസിലും B is equal to 0 ആണ്. ഓപ്ഷൻ എയിലും ഓപ്ഷൻ ഡിയിലും B equal to 0 ആണ്. അപ്പം നമുക്ക് ഉറപ്പിച്ചറിയാം B is equal to and also C is equal to 0 ആണെന്നുള്ളത്. സോ ബിയും സിയും 0 ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു 0, സി കോംപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ അത് 1 ആവും.
ഇനി സി ഡിയിൽ ഈ സി 0 ആകുമ്പോഴത്തേക്ക് അത് ഫുൾ 0 ആവും. ദെൻ ഇവിടെ സി കോംപ്ലിമെൻ്റ് ആയിട്ട് 1 ഇൻറ്റു ഡി എന്നായിരിക്കും വരുന്നത്. സോ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1 ആൻഡ് ഫൈനലി ഡി ഈക്വൽ ടു 1. പറയുമ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 8. What happens when a bit string is XORed with itself n times as shown? B XOR B XOR B XOR B XOR into n times. Option A, complements when n is even. Option B, complements when n is odd. Option C, divides by 2 raised to n always. And option D, remains unchanged when n is even. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ XOR അത് ഒരു n ടൈംസ് നമ്മൾ ഒരേ വാല്യൂ XOR ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. n ടൈംസ് ചെയ്യുമ്പോഴത്തേക്ക് ഈവൻ ടൈംസ് n എന്ന് പറഞ്ഞാൽ ഈവൻ ആണെങ്കിൽ കോംപ്ലിമെൻ്റ് കിട്ടും, n എന്ന് പറഞ്ഞാൽ ഓഡ് ആണെങ്കിൽ കോംപ്ലിമെൻ്റ് കിട്ടും, ആൻഡ് 2 raised to n വെച്ച് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി n ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. എന്നീ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ബി XOR B ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ബി XOR B ചെയ്യുമ്പോൾ ബി കോംപ്ലിമെൻ്റ് ഇൻറ്റു ബി പ്ലസ് ബി കോംപ്ലിമെൻ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് 3B XOR ചെയ്ത് നോക്കാം. ബി XOR B. ആൻഡ് XOR എന്ന് പറയുന്ന ഓപ്പറേഷൻസ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ 2 ബീസിനെ ഗ്രൂപ്പ് ചെയ്യാം. ആദ്യം ഇവർ XOR ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ അടുത്ത ബി XOR ചെയ്യുക. സോ ഓൾറെഡി നമുക്കറിയാം ബി XOR B എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ 0 XOR B. 0 XOR B ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ഇൻറ്റു ബി കോംപ്ലിമെൻ്റ് പ്ലസ് 0 കോംപ്ലിമെൻ്റ് ഇൻറ്റു ബി വിച്ച് ഈസ് ഈക്വൽ ടു ബി. ഇനി അഗെയിൻ 4B നമുക്ക് XOR ചെയ്ത് നോക്കാം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ 3 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 4മത്തോട് XOR ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ 3 ബി കോംപ്ലിമെൻ്റ് XOR ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ബി ആണ്. അതായത് ഇപ്പം 4 ബീസിനെ XOR ചെയ്യുന്ന വെച്ച് ഈക്വൽ ടു ബി. ഇതിൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ ബി XOR ബി. അല്ല അതും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബി XOR ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. അഗെയിൻ 0 ആണ്. ഇനി നമുക്ക് ഒരു 5B XOR ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ആണ് അതിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ 4 XOR ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. അതിൻ്റെ കൂടെ 5മത്തെ ബിയുടെ XOR ചെയ്യുമ്പോൾ 0 XOR B നമുക്ക് കിട്ടുന്നത് B എന്നാണ്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഇത് ഈവൻ ആയിരുന്നു, ഇത് ഈവൻ ആയിരുന്നു. സോ ഈവൻ നമ്പർ ഓഫ് n ആണ് XOR ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഓഡ് നമ്പർ ഓഫ് ബീസ് ആണ് നമ്മൾ XOR ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് കോംപ്ലിമെന്റ്സ് വെൻ n ഈസ് ഈവൻ ആണോ? അല്ല, നമുക്ക് n ഈവൻ ആകുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് 0യും ഓഡ് ആയിരിക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ബിയും ആണ്, കോംപ്ലിമെന്റ് അല്ല. അപ്പോൾ എ അല്ല, ബി അല്ല, ഡിവൈഡ് ബൈ 2 raised to n always അല്ല, remains unchanged when n is even. അതെ, remains unchanged when n is even. കാരണം ബി എന്ന് പറഞ്ഞത് n ടൈംസ് ഈവൻ ആകുമ്പോൾ n എന്ന് പറയുന്നത് ഈവൻ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓൾവേസ് 0 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. remains unchanged. So ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, remains unchanged when n is even. Question number 9.
Let star be defined as x star y is equal to x complement y. Let z is equal to x star y. Value of z star x is option A x complement plus y, option B x, option C 0 and option D 1. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്റ്റാർ വൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ, അതായത് ആദ്യം തന്നിരിക്കുന്ന വാല്യൂന്റെ കോംപ്ലിമെന്റ് പ്ലസ് രണ്ടാമത്തെ വാല്യൂ. അതുപോലാണെങ്കിൽ എക്സ് സ്റ്റാർ ഇസഡ് സ്റ്റാർ എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇസഡ് എന്ന് തന്നിരിക്കുന്നത് നമുക്ക് എക്സ് സ്റ്റാർ വൈ എന്നാണ്. സോ എക്സ് സ്റ്റാർ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അത് നമുക്ക് എങ്ങനെ വരും? എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇസഡ് സ്റ്റാർ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇസഡ് സ്റ്റാർ എക്സ്. സോ നമുക്ക് എക്സ് സ്റ്റാർ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഇസഡ് സ്റ്റാർ എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇസഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ് എന്നായിരിക്കും. സോ നമുക്കിവിടെ ഇസഡിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ എന്നാണ്. സോ എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ ഇതിപ്പോൾ എന്തായി? ഇസഡ് ആയി. ഇനി അതിന്റെ കോംപ്ലിമെന്റ് ഇസഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ്. ഡിമോർഗൻസ് ലോ വെച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് എന്നായിരിക്കും കിട്ടുന്നത്. And which is equal to x. So ഈ question answer option B x ആയിരിക്കും. So question number 10, a Boolean function of x complement y complement plus xy plus x complement y is equivalent to. ജസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ തന്നിട്ടുള്ളത്. ഇതൊക്കെ 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. എക്സ് കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ. സോ നമുക്ക് ഇതൊരു ഗ്രൂപ്പ് ചെയ്തെടുക്കാം. സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ്. ദെൻ അതിൽ കോമൺ ആയിട്ടിരിക്കുന്ന വൈ നമുക്ക് പുറത്തെടുക്കാം. സോ എക്സ് കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് എന്ന് വരും. അത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ റിമൈനിങ് വരുന്നത് എക്സ് കോംപ്ലിമെന്റ് വൈ കോംപ്ലിമെന്റ് പ്ലസ് വൈ and which is equal to x complement plus y. Option D ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. Question number 11, the function a b complement c plus a complement bc plus a b c complement plus a complement b complement c plus a b complement c complement is equal to. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മിനിമൈസ് ചെയ്ത് സോൾവ് ചെയ്ത് മിനിമൈസ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഇതിൽ ഏതൊക്കെ കോമൺ എടുക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് ടേമിൽ നിന്ന് എ ബി കോംപ്ലിമെന്റ്, ലാസ്റ്റ് ടേമിലുണ്ട് എ ബി കോംപ്ലിമെന്റ്. സോ നമുക്ക് ആ രണ്ട് ടേമിൽ നിന്ന് എ ബി കോംപ്ലിമെന്റ് കോമൺ എടുക്കാം. സോ എ ബി കോംപ്ലിമെന്റ് കോമൺ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്? എ ബി കോംപ്ലിമെന്റ് കോമൺ എടുക്കുമ്പോൾ സി പ്ലസ് സി കോംപ്ലിമെന്റ്. റിമൈനിങ് ടേംസിൽ നിന്ന് ഈ സെക്കൻഡ് ടേമിൽ ഒരു എ കോംപ്ലിമെന്റ് സിയും ആൻഡ് ഫോർത്ത് ടേമിലുണ്ട് ഒരു എ കോംപ്ലിമെന്റ് സി. സോ അത് കോമൺ എടുക്കാം. സോ എ കോംപ്ലിമെന്റ് സി ബ്രാക്കറ്റിൽ വന്ന് ബി പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. പിന്നെ റിമൈനിങ് വരുന്നത് ഫൈനൽ ടേം എ ബി സി കോംപ്ലിമെന്റ്. സോ ഇത് 1 ആണ്, ഇത് 1 ആയിട്ട് പോകും. സോ നമുക്ക് പിന്നെ വരുന്നത് എ ബി കോംപ്ലിമെന്റ് പ്ലസ് എ കോംപ്ലിമെന്റ് സി പ്ലസ് എ ബി സി കോംപ്ലിമെന്റ്. പിന്നെ ഏതൊക്കെ നമുക്ക് കോമൺ എടുക്കാനുണ്ടെന്ന് നോക്കുമ്പോൾ എ ബി സി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് പിന്നെ വരുന്നത് നമുക്ക് ഈ ഫസ്റ്റ് ടേമിൽ നിന്നും ലാസ്റ്റ് ടേമിൽ നിന്നും
എ കോമൺ എടുക്കാം. സെക്കൻഡ് ടൈമിൽ എ കോംപ്ലിമെൻ്റ് ആയിട്ട് കിടക്കുന്നു. സോ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വരുന്നത് ബി കോംപ്ലിമെൻ്റ് പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് പ്ലസ് എ കോംപ്ലിമെൻ്റ് സി. സോ ഇത് എന്താ പറയുന്നത്, ഇത് ബി കോംപ്ലിമെൻ്റ് പ്ലസ് സി കോംപ്ലിമെൻ്റ് പ്ലസ് എ കോംപ്ലിമെൻ്റ് സി എന്ന് വരും. സോ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ ബി കോംപ്ലിമെൻ്റ് പ്ലസ് എ സി കോംപ്ലിമെൻ്റ് പ്ലസ് എ കോംപ്ലിമെൻ്റ് സി. സോ നമുക്ക് രണ്ട് വേരിയബിൾ വെച്ചിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. ഇത് എ കോംപ്ലിമെൻ്റ് ബി, എ ബി കോംപ്ലിമെൻ്റ് എ സി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. എ ബി കോംപ്ലിമെൻ്റ് എ സി കോംപ്ലിമെൻ്റ് ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Question number 12. Consider the corner map given below where x represent don't care and blank represent 0. Assume for all inputs a, b, c, d, the respective complements a bar, b bar, c bar and d bar are also available. The above logic is implemented using two input NOR gates. In code is dash. Option A 1, option B 2, option C 3, option D 4. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ടു ഇൻപുട്ട് നോർ ഗേറ്റ് ആയിട്ടുള്ള എത്ര ടു ഇൻപുട്ട് നോർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ലോജിക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കേമപ്പിൽ ഇവിടെ വരുന്നത് ബി സി, ഇവിടെ വരുന്നത് ബി എ, 0 0 0 1 1 0 1 1 0 0 0 1 0 1. സോ നമ്മളിങ്ങനെ പെയറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ 1 1ഉം ദെൻ ഈ കോർണറിലുള്ള 1 ഡോൺ കെയറും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു ക്വാഡ് ഫോം ചെയ്യാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഒരു എ ബാർ 0 0 കോമൺ വരുന്നുണ്ട്. സോ നമുക്കൊരു എ ബാർ കിട്ടും. ദെൻ ഇവിടെ ഒരു 1 കോമൺ ആണ് എല്ലാവർക്കും. സോ നമുക്കൊരു സി, എ ബാർ സി എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ എ ബാർ സി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് എത്ര നോർ ഗേറ്റ്സ് വേണം? ടു ഇൻപുട്സ് ഉള്ള നോർ ഗേറ്റ്സ്. ഇവിടെ ഒരു എ നോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം. എ സി ബാർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട് വരുന്നത് വെച്ചാൽ എ പ്ലസ് സി കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് which is equal to a complement according to Dirac-Mills law into C. സോ ഒരൊറ്റ നോർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കെ മാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1 ആണ്. Question number 13. In the comma shown below, x denote the don't care term. What is the minimum form of the function represented by k map? സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇവിടെയും പെയർ ചെയ്യാണ്. സോ പെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് 4 കോർണേഴ്സ് ഉണ്ടല്ലോ, 4 കോർണേഴ്സിൽ 1നെ നമ്മൾ ചേർത്തിട്ട് ഒരു ക്വാഡ് ഫോം ചെയ്യുകയാണ്. സോ ഇതിന് നമുക്ക് ക്വാഡ് എ എന്ന് വിളിക്കാം. ദെൻ അഗെയിൻ നമുക്ക് വീണ്ടും 2 റിമൈനിങ് 1 ഉണ്ട്, അത് ചേർത്തിട്ട് പുതിയൊരു ക്വാഡ്, രണ്ടാമത്തെ ഒരു ക്വാഡ് ഫോം ചെയ്താണ്. സോ ആ ക്വാഡിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. സോ നമ്മൾ ക്വാഡ് എയിൽ നോക്കുമ്പോഴത്തേക്ക് അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ക്വാഡ് എയിൽ എ ബി ഏതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? 0 to 1 ആവുന്നുണ്ട്, ഇത് 0 to 0. സോ ബിക്ക് ചേഞ്ച് ഇല്ല, സോ ബി ബാർ. ദെൻ അഗെയിൻ സി ഡി കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 1 ആകുന്നുണ്ട് സി, ഡി ആണെങ്കിൽ 0 to 0 തന്നെയാണ്. സോ ഡി ബാർ. ക്വാഡ് എ നമുക്ക് കിട്ടിയത് ഡി ബാർ എന്നാണ്. ഇനി ക്വാഡ് ബി നോക്കാം. ക്വാഡ് ബിയിൽ അപ്പോൾ ഈ 2 കേസിൽ ബി ചേഞ്ച് ആകുന്നുണ്ട് 0 to 1 തൊട്ട്, എന്നാൽ എ ചേഞ്ച് ആകുന്നില്ല. ഇപ്പോൾ പറഞ്ഞത് എ ബാർ. ദെൻ സി ഡിയുടെ കേസിൽ 0 to 1 സി ചേഞ്ച് ആകുന്നുണ്ട്, എന്നാൽ ഡി ചേഞ്ച് ആകുന്നില്ല.
സോ ഡി ബാർ. സോ നമുക്ക് ടോട്ടൽ ഫംഗ്ഷൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ബി ബാർ ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് അഗെയിൻ നമ്മളൊരു കെ മാപ്പാണ് നോക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതും മുന്നേ ചോദിച്ചിട്ടുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിൻ്റെ SOP ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇത് പെയർ ചെയ്യാം. പെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഈ കോർണറിൽ വന്ന് ഈ ഡോണ്ട് കെയർ യൂസ് ചെയ്ത് കോഡ് എ ആൻഡ് സെക്കൻഡ് കോഡ് 1 1 കോഡ് ബി ഫോം ചെയ്തു. ഇനി കോഡ് എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? W എന്ന് പറയുന്നത് 0 to 1 ചേഞ്ച് ചെയ്യുന്നുണ്ട്. Z ചേഞ്ച് ചെയ്യുന്നത് വെറും കോൺസ്റ്റന്റ്. സോ 0 ആയതുകൊണ്ട് തന്നെ Z ബാർ. ദെൻ അഗെയിൻ YZന്റെ കേസിൽ X ബാർ YZന്റെ കേസിൽ Y ചേഞ്ച് ചെയ്യുന്നുണ്ട്, Z ചേഞ്ച് ചെയ്യുന്നില്ല. അത് 1 ആയതുകൊണ്ട് തന്നെ Z മാത്രമേ ഇടുന്നുള്ളൂ, കോംപ്ലിമെന്റ് ഇല്ല. ബിയുടെ ക്വാഡ് ബിയുടെ കേസിൽ WXന്റെ കേസിൽ 0 to 1 W ചേഞ്ച് ആവുന്നുണ്ട്, എന്നാൽ X ചേഞ്ച് ആവുന്നില്ല. സോ X. ദെൻ YZന്റെ കേസിൽ 0 to 1 Y ചേഞ്ച് ആവുന്നുണ്ട്, എന്നാൽ Z ചേഞ്ച് ആവുന്നില്ല. അത് 0 ആകുന്നുണ്ടെങ്കിൽ Z ബാർ എടുക്കുന്നു. സോ ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ X ബാർ Z പ്ലസ് X Z ബാർ. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Question number 15. Given f of w, x, y, z is equal to summation of 0, 1, 2, 3, 7, 8, 10 plus summation of don't care 5, 6, 11, 15. What is the minimum POS form of f of w, x, y, z? So ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് SOP ഫോമിനാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് POS ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് സമ്മേഷൻ ഓഫ് 0, 1, 2, 3 ആണ്. അതായത് 1 എവിടെയൊക്കെ വരുന്നു എന്ന് തന്നിട്ടുള്ള, അതുപോലെ ഡോൺ കെയേഴ്സും തന്നിട്ടുണ്ട് എവിടെയൊക്കെ ഡോൺ കെയേഴ്സ് വരുന്നു എന്നുള്ളത്. സോ നമുക്ക് ഈ 1ഉം ഡോൺ കെയേഴ്സും ഫില്ല് ചെയ്ത് പിന്നെ റിമൈനിങ് വരുന്ന പോർഷനിലാണ് നമ്മൾ മാക്സ് ടേംസ് ആയിട്ടുള്ള സീറോസ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഈ 1ഉം ഡോൺ കെയേഴ്സും കെ മാപ്പിൽ ഫില്ല് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14, 15. So 0, 1, 1, 1, 2, 1, 3, 1, 7, 1, 8, 1, 10, 1. Then don't case വരുന്നത് 5 don't case, 6 don't care, 11 don't care, 15 don't care. Then remaining നമുക്ക് zeros 4, 12 0, 14 0, 9 0. Then again 14 0. 13 0, 14 0. So നമുക്കിനി quad form ചെയ്യാം. ഓക്കെ, അപ്പാർട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഈ കോർണർ കിടക്കുന്ന ഈ സീറോസും ഈ സീറോയും ഡോൺ കെയറും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വാഡ് എ ഫോം ചെയ്തു. ദെൻ ഈ രണ്ട് സീറോസിനെയും ഡോൺ കെയർസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വാഡ് ബിയും ഫോം ചെയ്തു. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് എയുടെ എക്സ്പ്രഷൻ. സോ എയുടെ കേസിൽ y to z ആരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? y 0 നിന്ന് 1 ചേഞ്ച് ചെയ്യുന്നുണ്ട്. Z എന്ന് പറഞ്ഞാൽ റിമൈനിങ് അൺചേഞ്ച്ഡ്. സോ ഇത് POS ഫോം ആയതുകൊണ്ട് തന്നെ 0 വന്നതിനുള്ള കോംപ്ലിമെന്റ് യൂസ് ചെയ്യില്ല. Z പ്ലസ് അഗെയിൻ ഇവിടെ W ചേഞ്ച് ആവുന്നുണ്ട്, X ചേഞ്ച് ആവുന്നില്ല, X ബാർ. ദെൻ ക്വാഡ് ബിയിലെ കേസിൽ y to
y 0 to 1 ചേഞ്ച് ചെയ്യുന്നുണ്ട്, z ചേഞ്ച് ചെയ്യുന്നില്ല. സോ z bar പ്ലസ് ദെൻ ഇവിടെ w ചേഞ്ച് ആവുന്നില്ല. സോ w bar x ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് z പ്ലസ് x bar into z bar പ്ലസ് w bar ആയിരിക്കും മിനിമം POS ഫോം എന്ന് പറയുന്നത്.